അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങൾക്ക് ദീർഘദൂരം പറന്ന് എവിടെയും ചെന്ന് ആക്രമണം നടത്താൻ കഴിവുള്ള ബോംബറുകളുണ്ട്. ഇക്കഴിഞ്ഞ ഇറാൻ ആക്രമണത്തിൽ അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ അതിൻ്റെ കഴിവ് തെളിയിച്ചത് നമ്മൾ കണ്ടതാണ്. അമേരിക്കയിൽ നിന്ന് ഇറാൻ വരെ പറന്നു വന്ന് അവരുടെ ആണവ നിലയങ്ങളെ ആക്രമിച്ചിട്ട് മടങ്ങിപ്പോയ ബോംബറുകളെ ലോകം ഒരു വിസ്മയത്തോടെയാണ് കണ്ടത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യക്കൊരു ബോംബർ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ത്യക്കൊരു ബോംബർ ഇല്ല എന്നത് സത്യമാണ്. അതിൻ്റെ കാരണം ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെല്ലാം തന്നെ അയൽ രാജ്യങ്ങളാണ്. ഇന്ത്യക്ക് ഭൂഖണ്ഡങ്ങൾ കടന്നുപോയി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തികൾ കടന്നുപോയി യുദ്ധം ചെയ്യേണ്ട ആവശ്യകത ഇന്ത്യക്കില്ല. ഇന്ത്യ ഒരു ലോക പോലീസുമല്ല. എന്നാൽ മേഖലയിൽ തന്ത്രപരമായ സ്വാധീനം ഉറപ്പാക്കേണ്ടത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണെന്നത് സത്യമാണ്. മാറുന്ന ലോകക്രമത്തിൽ, മാറുന്ന യുദ്ധക്രമത്തിൽ ബോംബറുകളുടെ ആവശ്യം ഇന്ത്യയും മനസ്സിലാക്കുന്നു എന്ന് വേണം കരുതാൻ. ഇതിനോടകം തന്നെ റഷ്യ അവരുടെ ഒരു ബോംബർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ അത് സ്വീകരിക്കുമോ എന്നറിയില്ല. ഇപ്പോൾ കേൾക്കുന്ന സന്തോഷ വാർത്ത ഇന്ത്യ സ്വന്തമായി ഒരു ബോംബർ വികസിപ്പിക്കുന്നു എന്നതാണ്. ഇന്ധനം നിറയ്ക്കാതെ തന്നെ ന്യൂയോർക്ക് വരെ എത്താൻ കഴിയുന്ന, അതായത് 12,000 കിലോമീറ്ററിലേറെ ദൂരപരിധിയുള്ള അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് ULRA ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. T-160നും B-21നും പോലെ ഇന്ത്യ വ്യോമസേനയ്ക്കായി ഒരു അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് നിർമ്മിക്കുന്നു. ഇതിന് 12,000 കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയും. ഇതിന് 12 ടൺ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും. റഷ്യയുടെ Tu-160, അമേരിക്കയുടെ B-21 റൈഡർ എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും ഈ വിമാനം നിർമ്മിച്ചിരിക്കുന്നത്. ബ്രഹ്മോസ് NG മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കും. ഈ പദ്ധതി ഇന്ത്യയുടെ ആണവ ശക്തിയെയും ആഗോള വ്യാപ്തിയെയും ശക്തിപ്പെടുത്തും. ആദ്യത്തെ പ്രോട്ടോടൈപ്പ് 2032-35 കാലഘട്ടത്തിൽ തയ്യാറായേക്കാം. സോഷ്യൽ മീഡിയയിൽ ഇത്തരം വാർത്തകൾ വൈറലാവുകയാണ്. ഒരുപക്ഷെ ഇതിനായുള്ള സാങ്കേതികമായ സഹായങ്ങൾ റഷ്യയിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒക്കെ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. റഷ്യ അവരുടെ Tu-160 എന്ന ബോംബറിൻ്റെ അനുഭവജ്ഞാനം ഇന്ത്യയുമായി പങ്കുവച്ചേക്കാം. കാരണം എയർഫ്രെയിം രൂപകൽപ്പന, പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ ആവശ്യമായ അറിവുകൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ടതായി ഉണ്ട്. അത് റഷ്യയിൽ നിന്ന് സ്വന്തമാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതുപോലെ ഫ്രാൻസിൽ നിന്ന് ബോംബർ വിമാനത്തിന് ആവശ്യമായ ഏവിയോണിക്സ്, സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ആവശ്യമായ വിവരങ്ങളും ലഭിച്ചേക്കാം. ശത്രു രാജ്യങ്ങളുടെ വ്യോമമേഖലയിലേക്ക് കടന്നു കയറുമ്പോൾ പരമാവധി അതിജീവനം ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. ULRA അല്ലെങ്കിൽ അൾട്രാ ലോങ് റേഞ്ച് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് 12,000 കിലോമീറ്ററിലധികം ദൂരം നിർത്താതെ പറക്കാൻ കഴിയുന്ന ഒരു ബോംബർ വിമാനമാണ്. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ വിദൂര പ്രദേശങ്ങളിൽ വരെ ചെന്നെത്താൻ ഇതിന് കഴിയും. നേരത്തെ ഇന്ത്യയുടെ പ്രതിരോധ നയം പ്രാദേശിക സുരക്ഷയിൽ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. പ്രതിരോധ വിദഗ്ധർ ഈ വിമാനത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു ഗെയിം ചേഞ്ചർ എന്നാണ് വിളിക്കുന്നത്. റഷ്യയുടെ Tu-160 ബ്ലാക്ക് ജാക്ക് ലോകത്തിലെ ഏറ്റവും ഭാരമേറിയതും വേഗതയേറിയതുമായ സൂപ്പർ സോണിക് ബോംബറാണ്. 12,300 കിലോമീറ്റർ ദൂരപരിധിയും 40 ടൺ പേലോഡും ഇതിനുണ്ട്. ഒരു മാതൃകയായി Tu-160 ഞങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് ഒരു DRDO എഞ്ചിനീയർ പറഞ്ഞു. അവർ അത് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടുത്തുകയാണ്. ഈ ഇന്ത്യൻ വിമാനം ഒരു സ്വിംഗ് വിങ് ഡിസൈൻ ആയിരിക്കും. ഇത് പറക്കുമ്പോൾ ചിറകുകളുടെ ആകൃതി മാറ്റുന്നതിലൂടെ ഇന്ധനം ലാഭിക്കുകയും വേഗത നിയന്ത്രിക്കുകയും ചെയ്യും. ഇത് B-21 റൈഡറിനേക്കാൾ കൂടുതൽ ദൂരം സഞ്ചരിക്കും. B-21 റൈഡറിന് 9,300 കിലോമീറ്റർ ദൂരപരിധിയുണ്ട്. ഈ വിമാനത്തിന് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ ഉണ്ടായിരിക്കും. റഡാർ, ഓട്ടോമേറ്റഡ് ഫ്ലൈറ്റ് സിസ്റ്റങ്ങൾ എന്നിവ ഒഴിവാക്കാനുള്ള കഴിവ്, അതായത് ശത്രുവിൻ്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കാനും വളരെ ദൂരം സഞ്ചരിക്കാനും ഇതിന് കഴിയും. ഇതിന് ലക്ഷ്യത്തിൽ കൃത്യമായി എത്താൻ കഴിയും. ULRAയുടെ ഏറ്റവും വലിയ ആയുധം ബ്രഹ്മോസ് NG മിസൈലായിരിക്കും. അത് ഭാരം കുറഞ്ഞതാണ്. അതിന് 290 മുതൽ 450 കിലോമീറ്റർ വരെ ദൂരം പറന്നു ചെന്ന് ശത്രു വിമാനത്താവളങ്ങൾ, റഡാറുകൾ, കമാൻഡ് സെൻ്ററുകൾ അല്ലെങ്കിൽ ആണവ ഇൻസ്റ്റലേഷനുകൾ എന്നിവ ലക്ഷ്യമിടാൻ കഴിയും. അഗ്നി 1P, ലേസർ ബോംബ്, ആൻറ്റി റേഡിയേഷൻ മിസൈൽ തുടങ്ങിയ ആയുധങ്ങളും ഇതിലുണ്ടാകുമെന്ന് DRDO അറിയിച്ചു. ഈ മിസൈലുകൾക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയും. ആയുധങ്ങൾ വഹിക്കാനുള്ള പ്രത്യേക അറ അഥവാ ബോംബ് ബേ
എങ്ങനെ ഉണ്ടാകണമെന്ന കാര്യത്തിൽ ഡിസൈൻ ഘട്ടം കടന്നു വന്ന റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ബോംബർ വിമാനത്തിൻ്റെ പ്രാഥമിക ഡിസൈൻ വരും വർഷങ്ങളിൽ പുറത്തുവിടും. 2035 തന്നെ പ്രോട്ടോടൈപ്പ് പരീക്ഷണം ആരംഭിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിയാണ് വികസന പദ്ധതികൾ നടക്കുന്നത്. പൂർത്തിയായാൽ ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCAക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറും. കുറഞ്ഞത് 12 മുതൽ 14 ബോംബർ വിമാനങ്ങൾ വരെ ഇന്ത്യക്ക് വേണ്ടി വരുമെന്നാണ് കരുതുന്നത്. ശതകോടികൾ ചിലവാകും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പ്രതിരോധ ബഡ്ജറ്റിൽ വൻ വർധനവ് ഉണ്ടായേക്കാവുന്ന നീക്കമാണ് നടക്കുന്നത്. എന്നാൽ ഈ ഒരു ബോംബർ വിമാനം നിർമ്മിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഗവൺമെൻറ്, DRDO, HAL, എയർക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് ഏജൻസി എന്നിവ ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കൈമാറ്റത്തിനായി റഷ്യയുമായും ഫ്രാൻസുമായും ചർച്ചകൾ നടക്കുന്നുണ്ട്. എഞ്ചിൻ GE 414 അത് അമേരിക്കൻ എഞ്ചിനാണ്, അല്ലെങ്കിൽ NK-32 റഷ്യൻ ആയി അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും. കൂടാതെ അതിൻ്റെ ശക്തിയും ശ്രേണിയും കൈകാര്യം ചെയ്യാൻ കഴിയും. ഈ ബോംബർ ഇന്ത്യക്ക് ആഗോള ആക്രമണശേഷി നൽകും. ഇത് ആണവ പ്രതികാരത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കും. അതായത് ഇത്രയും നാൾ നമുക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് മിസൈലുകളിൽ കൂടെയാണ് ആണവായുധങ്ങൾ കൊണ്ടുപോയി ഇടേണ്ടി വരുന്നത്. കാരണം ആണവ ബോംബുകൾക്ക് ഭാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിസൈലുകളിലെ വാർ ഹെഡുകളിലാണ് ആണവ പോർമുനകളായിട്ടാണ് ഇത് ഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആക്രമണം നടത്താനുള്ള കഴിവ് നമുക്കുള്ളത്. അത് മാത്രമല്ല, വിമാനത്തിൽ തന്നെ ഫൈറ്റർ ജെറ്റുകളിൽ തന്നെ ആണവാക്രമണം ഇന്ത്യക്ക് നടത്തണമെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ആണവ പോർമുനകൾ വഹിച്ച മിസൈലുകളും ആണവ ബോംബുകളുമൊക്കെ കൊണ്ടുപോകാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. ചെറിയ ബോംബുകളൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചേക്കാം. എന്നാൽ അത് ഫൈറ്റർ ജെറ്റിൻ്റെ പറക്കൽ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാനുള്ള കഴിവില്ല. പ്രധാനമായും ഫൈറ്റർ ജെറ്റുകൾ അയൽ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ആ മേഖലയിലേക്ക് മാത്രമേ ഫൈറ്റർ ജെറ്റുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഫൈറ്റർ ജെറ്റുകൾക്ക് നിർത്താതെ ദീർഘനേരം പറക്കാനുള്ള ഒരു ബോംബറിനെ പോലെ 9,000 കിലോമീറ്ററും 12,000 കിലോമീറ്ററും ഒന്നും പറക്കാനുള്ള കഴിവ് ഫൈറ്റർ ജെറ്റുകൾക്കില്ല. അതുകൊണ്ട് തന്നെ ആകാശമാർഗത്തിൽ വിമാനത്തിലൂടെ പോയി ആണവാക്രമണം നടത്താനുള്ള കഴിവാണ് ഒരു ബോംബർ ഉണ്ടാകുന്നതിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുക. അതാണ് ബോംബറിൻ്റെ ഏറ്റവും വലിയ മഹാത്മ്യം. എന്നാൽ ബോംബറുകൾ ഉണ്ടെങ്കിൽ ഏതൊരു തരത്തിലുള്ള ബോംബറാണെങ്കിലും, ഇപ്പോൾ അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളൊക്കെ ഇത്തരം ബോംബർ വിമാനങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കൂ. അത് യുദ്ധവിമാനങ്ങളിൽ, ഫൈറ്റർ ജെറ്റുകളിൽ കൊണ്ടുപോകാൻ സാധിക്കാറില്ല. കാരണം ഇത്തരം ബോംബുകൾക്ക് അതിമാരകമായ ഭാരമുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ ഇനി ഈ വിമാനത്തിൻ്റെയൊക്കെ വരവോടുകൂടി ഇന്ത്യയുടെ ആധിപത്യം വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല. ഇത് ആണവ ത്രികോണം പൂർത്തിയാക്കും. അതായത് കര, കടൽ, ആകാശം വഴി ഏത് സ്ഥലത്തു കൂടി വേണമെങ്കിലും ഇന്ത്യക്ക് ആണവായുധ ആക്രമണം നടത്താനുള്ള കഴിവുണ്ടായിരിക്കും. തന്ത്രപരമായ ബോംബറുകൾ പ്രവർത്തിപ്പിക്കുന്ന US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്ത്യയെ തുല്യമാക്കാൻ ഈ വിമാനത്തിൻ്റെ നിർമ്മാണത്തോടെ ഇന്ത്യയെ സഹായിക്കും. പ്രാഥമിക രൂപകൽപ്പനയും ഗവേഷണവും ആരംഭിച്ചു. ഡമ്മി മോഡലുകളും നിർമ്മിച്ചിട്ടുണ്ട്. 2032-35 കാലയളവിൽ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് തയ്യാറാക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. AMCA അതായത് അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്, അതിനുശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ തദ്ദേശീയ എയ്റോസ്പേസ് പ്രോഗ്രാം ആയിരിക്കും ഇത്. നിലവിൽ ഇന്ത്യക്ക് 3 തരത്തിൽ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശേഷിയുണ്ട്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ, അന്തർവാഹിനിയിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ, യുദ്ധവിമാനങ്ങളിൽ നിന്ന് പ്രയോഗിക്കാവുന്ന ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്നിവയാണവ. എന്നാൽ ഒരു സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടായാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും കരമാർഗമോ സമുദ്രമാർഗത്തിലൂടെയോ ആകാശമാർഗത്തിലൂടെയോ ആണവാക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യ ആർജിക്കും.